വില്യം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന പ്രസിദ്ധമായ ചരിത്ര നാടകത്തിൽ ചക്രവർത്തിയായ സീസറിനെ വധിക്കാനുണ്ടായ കാരണങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്ത് ബ്രൂട്ടസിന് കഴിഞ്ഞിരുന്നു. എന്നാൽ സീസറിന്റെ സുഹൃത്തായ മാർക്ക് ആന്റണി തന്റെ ചരമപ്രസംഗത്തിലൂടെ ജനക്കൂട്ടത്തിന്റെ അഭിപ്രായത്തെ വിദഗ്ധമായി മാറ്റിയെടുക്കുകയും അവരെ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിക്കുകയും ചെയ്തു. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന ശക്തമായ അഭിസംബോധന വഴി അദ്ദേഹം ആൾക്കൂട്ടത്തെ കയ്യിലെടുക്കുകയും അവരിൽ രാജ്യസ്നേഹം ഉണർത്തുകയും ചെയ്തു. ക്രമേണ ബ്രൂട്ടസിനും ഗൂഢാലോചനക്കാർക്കും സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജനത്തെ വിശ്വസിപ്പിക്കാനും അവരെ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിക്കാനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് സാധിച്ചു. സുഹൃത്തുക്കളെ, റോമക്കാരെ, ദേശവാസികളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. സീസറെ അടക്കം ചെയ്യാനാണ് ഞാൻ വന്നത്, അദ്ദേഹത്തെ പുകഴ്ത്താനല്ല. മനുഷ്യൻ ചെയ്യുന്ന തിന്മ അവർക്ക് ശേഷവും നിലനിൽക്കും. അവരുടെ നന്മ പലപ്പോഴും അവരോടൊപ്പം കുഴിച്ചുമൂടപ്പെടും. സീസറിനും അങ്ങനെ തന്നെ ആവട്ടെ. സീസർ അതിമോഹിയായിരുന്നു എന്ന് കുലീനനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പിഴവായിരുന്നു. അദ്ദേഹം അതിനു കനത്ത വില കൊടുത്തു. ബ്രൂട്ടസിന്റെയും മറ്റുള്ളവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ സംസാരിക്കട്ടെ. ബ്രൂട്ടസ് ഒരു ആദരണീയനായ മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇവരെല്ലാവരും ബഹുമാന്യരായ മനുഷ്യരാണ്. സീസറിന്റെ മൃതസംസ്കാര വേളയിൽ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, എന്നോട് വിശ്വസ്തനും നീതിമാനുമായിരുന്നു. എന്നാൽ ബ്രൂട്ടസ് പറയുന്നു സീസർ അതിമോഹിയായിരുന്നു എന്ന്. ബ്രൂട്ടസ് ആദരണീയനായ മനുഷ്യനാണ്. അദ്ദേഹം നിരവധി തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു. ആരുടെ മോചനദ്രവ്യമാണ് പൊതുഖജനാവ് നിറച്ചത്? സീസറിൽ ഇത് അതിമോഹിയായി കാണപ്പെട്ടുവോ? ദരിദ്രർ കരഞ്ഞപ്പോൾ സീസർ വിതുമ്പി. കർക്കശമായ രീതികളിലൂടെയാണ് അതിമോഹം രൂപപ്പെടുന്നത്. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അതിമോഹിയായിരുന്നു എന്ന്. എങ്കിലും ബ്രൂട്ടസ് ആദരണീയനായ വ്യക്തിയാണ്. ലൂപ്പർക്കാളിൽ ഞാൻ 3 പ്രാവശ്യം അദ്ദേഹത്തിന് രാജകീയ കിരീടം സമ്മാനിച്ചത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത് അദ്ദേഹം 3 തവണയും നിരസിച്ചു. ഇതായിരുന്നുവോ അതിമോഹം? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അതിമോഹിയായിരുന്നു എന്ന്. തീർച്ചയായും ബ്രൂട്ടസ് ആദരണീയനായ ഒരു മനുഷ്യനാണ്. ബ്രൂട്ടസ് പറഞ്ഞതിനെ ഖണ്ഡിക്കുവാനല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ ഒരിക്കൽ സ്നേഹിച്ചത് കാരണം കൂടാതെയല്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിലപിക്കാൻ നിങ്ങളെ തടയുന്നത് എന്താണ്? അല്ലയോ വിധിയെ, നീ ക്രൂര മൃഗങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോയി. മനുഷ്യർക്ക് അവരുടെ യുക്തിബോധം നഷ്ടപ്പെട്ടു. എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ഹൃദയം അവിടെ സീസറിനൊപ്പം ശവപ്പെട്ടിയിലാണ്. അത് എന്നിലേക്ക് മടങ്ങി വരുന്നതുവരെ എനിക്ക് താൽക്കാലികമായി നിർത്തേണ്ടിയിരിക്കുന്നു.